ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ ഗോത്ര പ്രശ്നത്തെ തുടർന്ന് അവിടെ ഉണ്ടായ വർഗീയ കലാപം കൈകാര്യം ചെയ്ത കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകളെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞ ആളാണ് സഞ്ജീവ് ഭട്ട്, അതുപോലെ RB ശ്രീകുമാർ. ഇതിൽ സഞ്ജീവ് ഭട്ട് ഇന്ന് എന്നോ ഉള്ളൊരു ആരോപണത്തിൻ്റെ പേരിൽ പരോൾ കിട്ടാതെ ജയിലിൽ നിൽക്കുന്നു. അതുപോലെ ഇന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഐഷി ഘോഷ് 2021 അന്ന് വംഗഭവനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വന്നിട്ടുള്ള കേസാണ്. ഇത് രണ്ടും തീർച്ചയായിട്ടും വളരെ ശക്തമായ രണ്ട് പ്രതീകങ്ങളാണ്. എന്തിൻ്റെ? ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷാധിപത്യ പ്രവണതയുള്ള ഫാഷിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ശൈലിയുടെ, ആക്രമണപരമായ ശൈലിയുടെ ഇരകൾ എന്ന നിലയ്ക്ക് അവർ ലക്ഷ്യം വെക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന രണ്ടാളുകൾ, അതാണ് ഈ പ്രതീകത്തിൻ്റെ പ്രാധാന്യം. ഇത് രണ്ടുപേരും ആ നിലയ്ക്ക് വേണം നമ്മൾ കാണാൻ. അതായത് ഒരു ആക്രമണപരമായ ജനാധിപത്യ വിരുദ്ധമായ ആധിപത്യത്തിൻ്റെ ശൈലി പിന്തുടരുന്ന ഒരു ശൈലി, ഭരണ സംവിധാനം, അതിനെ ചോദ്യം ചെയ്തവരാണ്, അതിനെ എതിർത്തവരാണ്, അതിനെതിരെ പോരാട്ടം നടത്തിയ ആളുകളാണ്. അതിന് കൊടുക്കുന്ന വിലയാണത്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ ശക്തമായ രണ്ട് പ്രതീകങ്ങളാണ് എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് ഇത് ഭാവിയിലേക്ക് ഉള്ള ചൂണ്ടുപലക എന്ന നിലയ്ക്കോ എന്നുള്ളതാണല്ലോ അടുത്ത ഒരു പ്രശ്നം. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഓരോ കാലത്തും ഇത്തരത്തിൽ മർദ്ദക ഭരണങ്ങളെ എതിർത്ത ആളുകൾ, ആ ആളുകൾ ഒക്കെ വില കൊടുത്ത അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ പിന്നീട് ചരിത്രം അവരെ ശരിവെച്ചു. ചരിത്രം അവരെ വലിയ മഹത്തായ പ്രതീകങ്ങളാക്കി നായകന്മാരോ നായികമാരോ ആക്കി മാറ്റിയ ചരിത്രം നമുക്കുണ്ട്. എത്രയോ ചരിത്രങ്ങൾ, യേശുക്രിസ്തു മുതൽ ചെഗുവേര വരെ ഉള്ള എത്രയോ ആളുകളുടെ ചരിത്രം എടുത്താൽ നമുക്കത് കാണാൻ കഴിയും. ഇവരൊക്കെ അതാത് കാലത്തെ ഈ പറയുന്ന ആക്രമണ ശൈലി പിന്തുടർന്ന ഭരണ സംവിധാനത്തെ എതിർത്ത ആളുകളാണ്. ഇതുതന്നെയാണ് ഇവരുടെയും കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സഞ്ജീവ് ഭട്ടും ഐഷി ഘോഷും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇനി ഇന്ത്യയിൽ ശക്തിപ്പെടാൻ പോകുന്ന ജനകീയ പോരാട്ടങ്ങൾക്ക് വലിയ ആവേശം കൊടുക്കുന്ന പ്രതീകങ്ങളായി മാറും എന്നാണ്